ഇപ്പോൾ സാറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ എത്തിക്സും മോറൽസുമാണ്. ചിലർക്ക് അവരുടെ എത്തിക്സ് മാത്രമാണ് എത്തിക്സ്, ചിലർക്ക് അവരുടെ ശരികൾ മാത്രമാണ് ശരി. ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ലൈഫിലും ബിസിനസ്സിലും സാറ് പിന്തുടരുന്ന പ്രിൻസിപ്പിൾ, സാറിനെ ഒരിക്കലും ഞാൻ അതിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല എന്നുള്ള തീരുമാനങ്ങൾ എന്തിലൊക്കെയാണ്? ഒന്ന്, ബേസിക്കലി ഞാൻ ബിസിനസ്സിൽ കൺസ്യൂമറുമായിട്ടാണ് എൻ്റെ ഒന്നാമത്തെ കമ്മിറ്റ്മെൻറ്റ്. 2, എംപ്ലോയീസുമായിട്ടാണ്, അല്ലേ? ഞാൻ ഈ സമൂഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, എന്നോടൊപ്പം നിൽക്കുന്ന ടീമിനോട് ഈ 2 ആളുകളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ എത്തിക്സ്, അല്ലേ? സമൂഹത്തോടും എൻ്റെ ടീമിനോടും, എൻ്റെ വ്യക്തിജീവിതത്തിലല്ല, ഞാൻ പ്രൊഫഷണൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2 കാര്യങ്ങളിലും നമ്മൾ വാക്കുകൾ പാലിക്കപ്പെട്ടിരിക്കണം. വാക്കുകൾ പറയുന്നത് പാലിക്കാനായിട്ടാണ്, അത് നടപ്പാകണം. 2, എന്താണോ നമുക്ക് അവർക്ക് വേണ്ടി, ഇപ്പം എംപ്ലോയീസിന് വേണ്ടിയാണെങ്കിലും കൺസ്യൂമർക്ക് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു അവസരമാണ് ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ഈ 2 പേരെയും സെർവ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പം അതിലേറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കുക, ഏറ്റവും സത്യസന്ധമായിട്ട് കൊടുക്കുക. നാളെ റിഗ്രറ്റ്, നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നാൻ സാധ്യതയില്ലാത്ത രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ 2 എൻഡിലും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്. കൺസ്യൂമർ എല്ലാം പൂർണ്ണമായിട്ടും, കാരണം നമ്മളിത് വ്യക്തികളിലൂടെയാണ് നടപ്പാക്കുന്നത്, അല്ലേ? പലപ്പോഴും ചില അതിനകത്ത് ഡൈലൂട്ടഡൊക്കെ ആകാറുണ്ടാകാം. വ്യക്തികളിലൂടെയാണല്ലോ ഞാനും ഈ സിസ്റ്റം ഓടിക്കുന്നത്. പക്ഷേ നമ്മുടെ കോർ ഫിലോസഫിയിൽ ഇതാണ്, നമ്മൾ കൺസ്യൂമറുടെ അടുത്തും നമ്മുടെ ടീമിൻ്റെ അടുത്തും നമ്മൾ ഏറ്റവും ജെന്യുവിനായിട്ട് അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കുമ്പോൾ തിരിച്ച് ഈ സ്ഥാപനം വളരും, അല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ എംപ്ലോയീസും നമ്മുടെ കൺസ്യൂമറും നമ്മളുടെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥാപനം വളരാതിരിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഏത് ലോജിക്ക് ഉപയോഗിച്ചാലും അത് വളരുമല്ലോ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ചിലപ്പോൾ കുറേ ഗ്രീഡി ആകാതിരിക്കേണ്ടി വന്നേക്കാം. പെട്ടെന്നുള്ള മുമ്പേ നമ്മൾ ആദ്യമേ സഡൻ ഗ്രോത്ത് ചിലപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ക്ഷമ ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ പറയുന്നത് ശരിക്കും ബിസിനസ്സിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. കാരണം എത്രയോ സമയമെടുത്തായിരിക്കും ചിലപ്പോൾ ഞാൻ തുടക്കത്തിലൊരു 7-8 വർഷത്തോളം എൻ്റെ P&L ലോസായിരുന്നു. അത്രയും ഇയേഴ്സ് കണ്ടിന്യൂസ്ലി. ഞാൻ ചെറിയ ലോസൊക്കെയാണ് ആ സമയത്ത്, ടേൺ ഓവർ ചെറുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് എക്സിറ്റ് ആകേണ്ട സമയം അപ്പോൾ തന്നെ എക്സിറ്റ് ആവും, കാരണം എനിക്കാണെങ്കിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പം പക്ഷെ നമ്മൾ ആ ക്ഷമ എന്നുള്ള ഒരു ഫാക്ടർ, അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളത് അറിയുന്നത് ക്ഷമയായിരുന്നു എന്നുള്ളതേ. മറ്റേ നമ്മളൊരു ഓട്ടോ ആയിരുന്നല്ലോ. അപ്പം ക്ഷമ ഭയങ്കരമായിട്ട്, കാരണം ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുമ്പോഴും പെട്ടെന്ന് റിസൾട്ട് എന്നുള്ളതേ പല ആളുകൾക്ക് അതാണ് ഈ നിരാശ പലപ്പോഴും, അല്ലേ? നമ്മുടെ ആഗ്രഹത്തിൽ നിന്നാണല്ലോ. അപ്പം നമ്മളത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നു, റിസൾട്ട് പിന്നെ പതിയെ കിട്ടുന്നു. എംപ്ലോയീസിൻ്റെ കാര്യത്തിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ പെർഫോം ചെയ്യണമെന്നില്ല. പലപ്പോഴും നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്ത ആളുകളായിരിക്കും ഏറ്റവും അങ്ങനെ അല്ലാതെ പലപ്പോഴും പെരുമാറുന്നത്. പക്ഷേ അവിടെയും ഒരു ക്ഷമിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതേ ആൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലർ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമല്ലോ, വേണ്ട അയാളെ ഇപ്പം തന്നെ സാക്ക് ചെയ്തേക്കാം, വിട്ടേക്കാമെന്ന് തീരുമാനിക്കും. പക്ഷെ അങ്ങനെ നമ്മളൊരു പരീക്ഷണം വീണ്ടും നടത്തിയ ആളുകൾ നമ്മുടെ പ്രധാന മുഖ്യധാരയിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കൊക്കെ പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്ത്. കാരണം ആർക്കും മിസ്റ്റേക്സ് പറ്റാം, ആരും കുറ്റമറ്റതല്ല. ഇവിടെ ഒന്നും, അല്ലേ, പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അത് സംഭവിക്കാം. ഒരു ക്ഷമ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ ഇതൊക്കെയാണ് ഒരു പ്രിൻസിപ്പിളായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ സാറിൻ്റെ സ്ഥാപനത്തിലെ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എൻ്റെ തോന്നലാണോ എന്ന് സാറ് പറയണം. അതായത് സാറിൻ്റെ കൂടെ തുടങ്ങിയ ആളുകൾ ഇപ്പോഴും ഒരുപാട് പേരും സാറിൻ്റെ കൂടെയുണ്ട്. ഏറ്റവും കുറച്ച് റിസൈൻ ചെയ്ത് പോകുന്ന ആളുകൾ സാറിൻ്റെ കമ്പനിയിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ വർക്ക് പ്രഷർ കുറഞ്ഞത് കൊണ്ടാണോ അതോ സാറിൻ്റെ നമ്മൾ പറയുമല്ലോ ഡീലിങ്സ് കറക്റ്റാണ്? അപ്പോൾ അത് ഏത് ആംഗിളിൽ നിന്നാണ് അങ്ങനെ ഈ കൂടെയുള്ള ആളുകളെ വിശ്വസ്തയോടുകൂടി പിടിച്ചു നിർത്താൻ പറ്റുക, അവരവിടെ തന്നെ ഉണ്ടാവുക, കമ്പനി വിശ്വസിച്ച് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് പിന്നിലുള്ള സാറിൻ്റെ ഏത് ഡിസിഷനാണ് അതങ്ങനെ ആക്കിയത്? പലപ്പോഴും ഈ ഓണർഷിപ്പ് നമ്മുടെ ഒപ്പമുള്ള ആളുകൾക്ക് ഇല്ലെന്നുള്ളതാണ് പൊതുവെ സംരംഭകരുടെ ഒരു പരാതി. ഞാൻ ഏൽപ്പിച്ചു, പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അയാൾ തിങ്ക് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഓണർഷിപ്പ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ പ്രശ്നം, അല്ലേ? ഓണർഷിപ്പ് നമ്മൾ കൈമാറേണ്ടതാണ്. ഓണർഷിപ്പ് തനിയെ വരില്ലല്ലോ, അത് ഓർഗാനിക്കായിട്ട് വരില്ല. അതിനെ കുറച്ച് നമ്മളും ചെയ്യേണ്ടതായിട്ടുണ്ട്, ഏൽപ്പിക്കുന്ന ആളുകൾ. അപ്പോൾ അവിടെ അവർക്ക് കൊടുക്കുന്നൊരു പവറാണ്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ നമ്മൾ കൊടുത്തിരിക്കണം. അത് തെറ്റാം, അവർ തീരുമാനങ്ങളെടുത്ത് ചിലപ്പം പൊളിഞ്ഞ് പാളിസായി പോകാം. പക്ഷേ ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഒരു സ്ഥലത്ത് കൊടുക്കുകയും അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്ത് റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. കാരണം റെസ്പോൺസിബിലിറ്റി ധാരാളം കൊടുക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് പവർ കൊടുക്കുന്നില്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരെന്നും ഒരു ഫിയർ ഫാക്ടറിലായിരിക്കും ജോലി. അവർക്കൊരു ഓണർഷിപ്പ് അതിനകത്ത് റോൾ ഉണ്ടാകത്തില്ല അവർക്കല്ലേ. ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരില്ലല്ലോ,
ആരോ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളുകൾ മാത്രം. ഞങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ ട്രൈ ചെയ്യുന്നത് അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പവർ കൊടുക്കുന്നു. അവർ ചെയ്യട്ടെ, തെറ്റുകൾ ഒത്തിരി പറ്റാം, പക്ഷെ ചെയ്യട്ടെ. അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ വലിയൊരു ഓണർഷിപ്പ് കാണിക്കുന്നതായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് അതുകൊണ്ടാണ് പണിയില്ലാത്തത്. ഈ ഓണർഷിപ്പ് ഡിവൈഡഡ് ആണല്ലോ, ഞങ്ങളുടെ ടോട്ടൽ ഓണർഷിപ്പിനെ ഡിവൈഡ് ചെയ്ത് പോകുമ്പം നമുക്ക് ടെൻഷനില്ല കാര്യമായിട്ടേ. അപ്പോൾ ഈ ടെൻഷനൊക്കെ പല ആളുകളും എടുക്കുകയാണ്, ഓരോ സെക്ടറിലുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം, പവർ, റെസ്പോൺസിബിലിറ്റി, ഫ്രീഡവും കൊടുക്കണമല്ലോ നമ്മൾ. ഇത് മൂന്നും കൊടുക്കുകയും ഒരു മനുഷ്യരായിട്ട് അവരെ നമ്മൾ ഈക്വലായിട്ട് കരുതുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു എംപ്ലോയിലും ഓണർഷിപ്പ് ബിൽഡ് ചെയ്യപ്പെടാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനും സംഭവിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ന്യൂനപക്ഷമാണിത്. നമ്മൾ മെജോറിറ്റി ആണല്ലോ എപ്പോഴും എടുക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമ്മൾ എപ്പോഴും എടുത്ത് ജനറലൈസ് ചെയ്യുന്ന അത് പാടില്ലല്ലോ. ന്യൂനപക്ഷ കേസിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഫ്രീഡം കൊടുത്ത്, പവർ കൊടുത്ത്, റെസ്പോൺസിബിലിറ്റി കൊടുത്ത ആളുകൾ പവറൊക്കെ ഉപയോഗിച്ചു, പക്ഷേ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തില്ല. അങ്ങനെ സാഹചര്യങ്ങളുണ്ട്. അത് പക്ഷേ ചുരുക്കമാണ്. ഭൂരിപക്ഷ സമയങ്ങളിലും തിരിച്ചത് മറ്റും. അപ്പോൾ ഞാനിപ്പോഴും ആ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെങ്കിലും അവരെ തന്നെ ഏൽപ്പിക്കും. നമ്മളതിൽ പോയി ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, അനാവശ്യമായി കൈ കടത്താതിരിക്കുക, അനാവശ്യ അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. ഇങ്ങോട്ട് ചോദിച്ചാൽ നമ്മളൊരു അഭിപ്രായം അവരോട് പറയുക. പക്ഷേ അഭിപ്രായം ചിലപ്പോൾ പറയേണ്ട സാഹചര്യം അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട രീതിയിൽ പറയാമെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓണർഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊരു സ്വന്തം സ്ഥാപനം പോലെ, സ്വന്തം ഒരു കാര്യം പോലെ അവർ ചെയ്യുന്നു. വർക്ക് പ്രഷറിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചു, അതിന് മറുപടിയായിട്ട് ഞാനിത് പറയാം. അപ്പോൾ പ്രഷറാണെന്ന് ഫീൽ ചെയ്യാതെ അവർ പ്രഷർ എടുക്കുന്നുണ്ട്. അവർക്കത് പ്രഷറാണെന്ന് തോന്നുന്നില്ല. പക്ഷേ വേറൊരു അറ്റ്മോസ്ഫിയറിലാണ് അത് ഹൈ പ്രഷറായിട്ട് അവർക്ക് തോന്നാം. ഈ ഫ്രീഡവും പവറും ഇല്ലാതെ സെയിം കാര്യം ചെയ്യുമ്പം വർക്ക് പ്രഷറായിട്ട് തോന്നുന്നു. പക്ഷേ അത് രണ്ടും ഉള്ളപ്പം പ്രഷറല്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ട് കരുതി വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നു. അപ്പം അത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് ഏറ്റവും ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ വാസ്തവത്തിൽ മനുഷ്യബന്ധങ്ങളിൽ കുറച്ചുകൂടെ ശക്തമായ വിശ്വാസം എനിക്ക് കൂടുക ചെയ്തത്. ഞാൻ അതിന് മുമ്പൊക്കെ സാധാരണ മലയാളികൾ എപ്പോഴും അങ്ങോട്ട് മനുഷ്യർ തമ്മിൽ വിശ്വാസം കുറവാണല്ലോ. അയ്യോ അതെ, ഇവരെന്നെ എങ്ങനെ നോക്കി ഒരു പ്രജുഡ്യൂസ് മൈൻഡ് പറ്റിക്കും. മലയാളികൾ എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വല്ലാതൊരു മനുഷ്യവിശ്വാസിയായിട്ട് മാറി. കാരണം നമ്മളെ ആളുകളിങ്ങനെ ഇത് എക്സ്പീരിയൻസ് എനിക്കെപ്പോഴും നല്ലതാണ് കിട്ടുന്നത്, നമ്മുടെ ടീമിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടി നമുക്ക് ഭയങ്കര ഇപ്പം സമൂഹത്തിലുള്ള മറ്റൊരാളെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. മനുഷ്യർ പൊതുവിൽ നല്ലതാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് ആദ്യം കിട്ടിയത്. പിന്നെ നമ്മുടെ ഇടപഴകിയ മറ്റാളുകളും അത് തരുന്നുണ്ട്. അപ്പം വളരെ അപ്പോൾ തിരിച്ച് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ വികാരം. ആ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള നമുക്കൊരു ത്വര ഉണ്ടാവും അല്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാണല്ലോ ഈ ഓഫീസിനകത്തുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയാണല്ലോ. പിന്നെ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ പിന്നാലെ വന്നോളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നതാണ് പണം. 100 1000 ഫിലോസഫി പണത്തെക്കുറിച്ച് ആളുകൾ പറയുമെങ്കിലും പണമില്ലാതെ ഈ ലോകത്തിലൊന്നുമില്ല എന്ന് പറയാറുണ്ട്. സാർ എങ്ങനെയാണ് പണത്തെ കാണുന്നത്? ഫിലോസഫിക്കലി അല്ല, പക്ഷെ ഞാൻ ആക്ച്വലി പണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണം ഉറപ്പായിട്ട്. ഇപ്പം എൻ്റെ നീഡ്സ് ഉണ്ട്, എനിക്ക് എൻ്റെതായ ഒരു സെറ്റ് ഓഫ് നീഡ്സ് ഉണ്ട്. എൻ്റെ ചില താല്പര്യങ്ങളും എൻ്റെ ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എനിക്ക് അല്ലേ. അതിനുവേണ്ടിയുള്ള പണം വേണം. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റേത് മാത്രമാണ്, അത് മറ്റൊരാളുടേത് പോലെ ആകണം എന്നില്ല. അപ്പോൾ പലപ്പോഴും മറ്റൊരാളുടെ ആഗ്രഹത്തെ സ്വന്തം ആഗ്രഹം പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള പണം നമ്മൾ സമ്പാദിക്കുന്നതിൽ എന്താണ്, അതിനുവേണ്ടിയാണല്ലോ മനുഷ്യൻ എഫേർട്ട് ഇടുന്നത് അല്ലേ. അത് ഉറപ്പായിട്ട് വേണം. അങ്ങനൊരു നമ്മൾ ഭൗതികത എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്, അതുണ്ടല്ലോ. നമുക്ക് ഭൗതികമായ സാഹചര്യങ്ങൾ വേണം. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും മനുഷ്യൻ ജോലി ചെയ്യാൻ പോകുന്നതും നമ്മൾ ബിസിനസ് ചെയ്യുന്നതൊക്കെ അതിന് വേണ്ടി. പക്ഷേ അതിനൊരു അളവ് പോലും നമുക്ക് ഓരോരുത്തർക്കും ഡിഫറൻ്റാണ്. എൻ്റെ അളവ് പോലും ഡിഫറൻ്റാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയ്ക്ക് അപ്പുറത്തേക്കുള്ളൊരു പൈസയോട് എനിക്ക് ഞാനതിന് ആ പൈസ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതിനോട് ഞാൻ അത്ര സന്തോഷം കണ്ടെത്തുന്നില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. എൻ്റെ ഒരു ഹാപ്പിനെസ്സിനകത്ത് എൻ്റെ SBI അക്കൗണ്ടിനകത്ത് എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നുള്ള എൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സൂചികയല്ല, ഒരു മാനദണ്ഡമല്ല. എൻ്റെ SBI അക്കൗണ്ടിൽ ഇത്ര കോടി എൻ്റെ SBI അക്കൗണ്ടിൽ ഞാൻ മാറ്റി ഇട്ടിട്ടുണ്ടെന്നുള്ളത് പലപ്പോഴും അങ്ങനെയാണല്ലോ ആളുകൾക്ക്. അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഇത്ര ആസ്തികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ സന്തോഷ സൂചികയിലൊന്നല്ല എന്ന് മാത്രം ഞാൻ പറയും. പക്ഷേ അത് നമുക്ക് വേണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റൊരാളും ഇല്ലേ, നമ്മൾ കൈ നീട്ടാൻ പാടില്ല. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് പണം ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ തരുന്നൊരു ഹാപ്പിനെസ്സാണ്. ഞാൻ പണം എന്നുള്ള കറൻസി നമ്മൾ ഹാപ്പിനെസ് തരുന്നില്ലെങ്കിലും നമ്മുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നു. ആ രൂപത്തിൽ പണത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്.